ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഒരു അവധി ദിവസം കൊണ്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ബഹ്റൈനിൽ ഞാനൊരു ബെഡ് സ്പേസിലുണ്ടോ താമസിക്കുന്നത്. ഞാനടക്കം ഈ റൂമിൽ 3 പേരുണ്ട്. സാധാരണ ഞാൻ അലാറമൊക്കെ വെച്ചൊരു 5 മണിക്ക് എഴുന്നേക്കുന്നത്. ഇന്നൊരു ഇത്തിരി വൈകിട്ടുണ്ട്, അവധി ദിവസമല്ലേ, കുറച്ച് നേരം കിടന്നുപോയി. 8 നിലയുള്ള ഫ്ലാറ്റിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് നമ്മൾ കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞ് നിവർത്തുന്ന സമയത്ത് ജനലിലൂടെ പുറത്തോട് നോക്കിക്കഴിഞ്ഞിട്ടല്ലോ ബഹ്റൈൻ്റെ നല്ല കിടിലൻ ആംബിയൻസുള്ളൊരു വ്യൂ കാണാം. സത്യത്തിൽ എത്ര തവണ കണ്ടിട്ടുള്ളതാണെങ്കിലും ഈ ഒരു വ്യൂ നമ്മൾ കാണുമ്പോണ്ടല്ലോ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെ ഒന്ന് ഇരുന്നൊക്കെ എഴുന്നേറ്റ് ഒന്ന് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് ഇറങ്ങാം അല്ലേ. ഈ ബാച്ചിലേഴ്സ് റൂമിൻ്റെ വാഷ്റൂം എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ. കാരണം കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ ഇത് ക്ലീൻ ചെയ്യണം, ഓരോരുത്തരായിട്ട് മാറി മാറി. അതുപോലെ തന്നെ ഞങ്ങളുടെ ബാത്റൂം എപ്പോഴും ക്ലീൻ ആയിരിക്കും കേട്ടോ. സംഭവം ചെറുതായിട്ടൊരു തണുപ്പൊക്കെ ഉള്ളൊരു സമയം ഉണ്ടോ, രാവിലെ തന്നെ തണുത്ത വെള്ളമൊക്കെയാണ് മുഖത്തോട്ട് വയ്ക്കുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും കേട്ടോ. നമുക്ക് ആദ്യം തന്നെ സുബഹി നിസ്കരിക്കാം, എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാം അല്ലേ. രാവിലത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലി ചായ കുടിക്കാൻ പോക്കാണ്. ചായപ്പൊടിയും പഞ്ചസാരയും പാലും എല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്നാലും രാവിലെ തന്നെ ഒന്ന് പുറത്ത് പോയി കുടിക്കും, വേണ്ട അതിൻ്റെ ഒരു വൈബ് കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ ലിഫ്റ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അല്ലേ. ബഹ്റൈനിലുള്ള സൽമാനിയിലാണ് ഞാൻ താമസിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ മലയാളികൾ കൂടുതലുള്ളൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ നല്ല നാടൻ സമോവർ ചായയൊക്കെ ഇവിടെ കിട്ടും. ബഹ്റൈൻ്റെ എല്ലാ ഏരിയകളിലൊന്നും ഈ സമോവർ ചായ കിട്ടില്ല കേട്ടോ. മിക്ക സ്ഥലങ്ങളിലും കരക് ചായയാണ് കിട്ടുക. നമ്മൾ മലയാളികൾക്ക് ആ സമോവർ ചായ കുടിച്ചാലല്ലേ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇത് കിട്ടുള്ളൂ. എൻ്റെ റൂമിൽ നിന്ന് ഒരു 5 മിനിറ്റ് പോലും വേണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ കടകളൊക്കെ ഉള്ള ഒരു ഏരിയ ലൊക്കേഷനിലേക്ക് എത്തും നമ്മൾ. സന്തോഷ് ജോർജ് കുളങ്ങര അങ്ങേരുടെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഈ റോഡിൽ ടൈല് പാകുമ്പോൾ സൈഡിലെ മണ്ണ് കാണാത്ത രീതിയിൽ പാകണമെന്നതാ. അതുപോലെ തന്നെയാണ് ഇവിടെയൊക്കെ ചെയ്തേക്കണേ. ഞങ്ങളുടെ ഈ സൽമാനിയ ഏരിയയിലെ ഫുൾ റോഡുകളും ഇതാ ഇതുപോലെയാണ്. നമുക്ക് സൈഡിൽ മണ്ണോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഫുള്ളായിട്ട് എൻ്റയർലി ഇങ്ങനെ ടൈല് പാകിയിട്ടുണ്ടാവും. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ ഇവർ കാര്യങ്ങളൊക്കെ ചെയ്തേക്കണേ. ഇതൊക്കെ സൽമാനിയയിലുള്ള ഷോപ്പുകളാണ്. ഇതിൻ്റെയൊക്കെ നടത്തിപ്പുകാരൊക്കെ മലയാളികളാണ്. നടത്തിപ്പുകാർ മാത്രമല്ല, ഇവിടെ വരുന്ന കസ്റ്റമേഴ്സും ഏകദേശം ഒരു 90% മലയാളികളാണ്. സൽമാനിയയിലെ ഷോപ്പുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് ചായക്കടകളാണ്, പിന്നെ വരുന്നത് പ്രിൻറ്റിങ് ഷോപ്പ്, പിന്നെ വരുന്നത് ബാർബർ ഷോപ്പുകൾ. ഇത്രയും സംഭവങ്ങൾക്കാണ് ഇവിടെ ഒരു മെജോറിറ്റി ഉള്ളത്. പിന്നെ ഈ വാർക്കപ്പണിക്കൊക്കെ ടൂൾസ് വാടകയ്ക്ക് കൊടുക്കുന്ന ഷോപ്പുകളില്ലേ, അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. പിന്നെ സൂപ്പർ മാർക്കറ്റുകൾ ചെറുതുണ്ട്, പിന്നെ ചെറിയ ചെറിയ കോൾഡ് സ്റ്റോറുകൾ, അങ്ങനെ ഒരുമാതിരി ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് ഈ ലൊക്കേഷനിൽ കിട്ടും കേട്ടോ. അതാണ് സൽമാനിയയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഈ വണ്ടികളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടല്ലേ, ഈ ഏരിയയിലൊക്കെ വണ്ടി ഉണ്ടെങ്കിൽ പേ ആൻഡ് പാർക്കാണ്. അതായത് 100 ഫിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അരമണിക്കൂറത്തേക്ക്. 100 ഫിൽസ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ 23.5 രൂപ വരും. അതായത് അരമണിക്കൂർ വണ്ടി അവിടെ ഇടണമെങ്കിൽ 23.5 രൂപ. ഇനി ഞാൻ ജോലി ചെയ്യുന്ന ഷോപ്പ് കാണിച്ചു തരാം. അതായി കാണുന്ന പ്രിൻമാക്സിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഏകദേശം ഇപ്പോൾ ഒരു 5 വർഷത്തോളമായി. അങ്ങനെ തന്നെ ഒരു പ്രവാസിയാക്കിയ ഷോപ്പാണ് പ്രിൻമാക്സ്. ഇവിടേക്കായിട്ട് ഞാൻ കയറി വന്നത്. ഈ കാണുന്ന യൂണിഫോമുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നൊരു ഷോപ്പാണ്. ഇത് പുതിയതായിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതാ നേരെ കാണുന്ന ഓറഞ്ച് ബേക്കറി കണ്ടില്ലേ, നമ്മുടെ സൽമാനിലെ ഏറ്റവും നല്ല ചായ കിട്ടുന്ന ഒരു ബേക്കറി കണ്ടത്. പക്ഷേ ഇപ്പോൾ അവർ തുറക്കാറായിട്ടുള്ള, അവർ ഏകദേശം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴൊക്കെ തുറക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്തുള്ളൊരു ടീ ടൗൺ എന്ന് പറയുന്ന ഷോപ്പിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ നല്ല ചായയൊക്കെ തന്നെ കിട്ടും. നമ്മുടെ കമ്പനിക്കാർ പിള്ളേരൊക്കെയാണ് അവിടെ ചായ അടിക്കുന്നത്. ഈ രാവിലെ നടക്കാനിറങ്ങുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് ചായ കുടിക്കാറ്. ഇവിടെ 100 ഫിൽസ് കൊടുത്ത് പേ ആൻഡ് പാർക്ക് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത് രാത്രി 7 മണി മുതൽ രാവിലെ 7 മണി വരെ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്ലാറ്റുകളുടെ താഴെയൊക്കെ സ്ഥലമില്ലാതെ വരും ആളുകളൊക്കെ വണ്ടിയും സംഭവങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിടും. ആ കാണുന്ന ഒരു മെഷീൻ കണ്ടോ, അതിനകത്ത് നമ്മൾ കൊണ്ടുപോയി ക്യാഷ് ഇടാം. അപ്പോൾ അതിനകത്തുനിന്നൊരു ടിക്കറ്റ് കിട്ടും. അത് കൊണ്ടുപോയി നമ്മുടെ ഡാഷിൽ വെക്കാം വണ്ടിയുടെ. പോലീസുകാർ വന്ന് വണ്ടി ചെക്ക് ചെയ്യുമ്പോൾ ഡാഷിൽ ഈ ടോക്കൺ കണ്ടില്ലെങ്കിൽ അവർ ഫൈൻ അടിച്ചിട്ട് പോകും. അപ്പോൾ ഈ ക്യാഷ് ഇടേണ്ടതും ടോക്കൺ എടുക്കേണ്ടതൊക്കെ രാവിലെയാണ്, രാത്രി ആവശ്യമില്ല. രാത്രി ഫ്രീ ആണ്, പക്ഷേ പകൽ നമ്മൾ ക്യാഷ് ഇടാണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ വന്ന സ്ഥലത്തെത്തിയതാ ഈ കാണുന്ന ടീ ടൗണിൽ നിന്ന് ചായ വാങ്ങാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ വന്നേക്കണേ. നല്ല അടിപൊളി സമോവർ ചായ കേട്ടോ. ഈ നല്ല തണുപ്പുള്ള സമയത്ത് നല്ല ചൂടുള്ള ചായ ഊതി കുടിക്കണതിൻ്റെ ആ ഒരു ഫീല് അതൊരു രസമല്ലേ. ചായ കുടിച്ച് കഴിയുമ്പോൾ ബാക്കി വരുന്ന ഗ്ലാസ്സില്ലേ, നമ്മുടെ നാട്ടിലാണെങ്കിൽ ചുരുട്ടി കൂട്ടി നമ്മൾ റോഡിലേക്ക് എറിയണ്ടേ. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാലേ റോഡിൽ അവിടെ ഇവിടെ ആയിട്ട് ഇതുപോലത്തെ ബലദിയുടെ ബോക്സ് വെച്ചിട്ടുണ്ട്. അതിൽ കൊണ്ടുപോയിട്ട് നമുക്ക് കണ്ട് ഇട്ടാൽ മതി. അപ്പോൾ ഇനി നേരെ തിരിച്ച് റൂമിലേക്ക് പോയി കുളിച്ച് ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ചായക്കുള്ള കറി റൂമിലിരിപ്പുണ്ട്. ചെറുതായിട്ട് പൊറോട്ട വല്ല ചപ്പാത്തിയൊക്കെ വാങ്ങിയിട്ട്. അപ്പോൾ തണുത്ത വെള്ളത്തിലൊരു കുളിയെ കഴിഞ്ഞ് നമ്മൾ വാങ്ങിക്കൊണ്ടുപോയ പൊറോട്ടയും ചിക്കൻ്റെ ചെറിയൊരു കുറച്ച് ചാറ് കിടപ്പുണ്ടായിരുന്നു, അതും കഴിച്ച്
നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഡ്രസ്സൊക്കെ മാറി നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. അക്കോമഡേഷനിൽ 10 പേരുണ്ട്. അപ്പോൾ അത്രയും ആളുകളുടെ ഷൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ. ഏകദേശം ഒരു 30-40 ചെരുപ്പുണ്ടാവും. കൂട്ടത്തിൽ നിന്ന് എൻ്റെത് ഞാനങ്ങ് എടുത്ത്. ഇനി നമ്മൾ നേരെ മനാമ ബസ് സ്റ്റേഷനിലേക്ക്. എൻ്റെ റൂമിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റോളം നടക്കാനുള്ള ബഹ്റൈനിലെ തന്നെ ഏറ്റവും വലിയ ബസ് സ്റ്റേഷനിലേക്ക്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേറൊരു കാരണം കൂടെയുണ്ട്. ബഹ്റൈനിൽ കൂടെയുള്ള ഈ യാത്രകളൊക്കെ ഏകദേശം അവസാനിക്കാറായി. എനിക്ക് ദുബായിൽ നിന്നൊരു ജോലി ശരിയായിട്ടുണ്ട്. ഞാൻ അടുത്ത് തന്നെ അങ്ങോട്ട് പോകും. ബഹ്റൈനിൽ പോകാവുന്ന ഒരുമാതിരി സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയി. പിന്നെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കുറേ ദൂരത്തുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടൊന്നും പോയിട്ടില്ല. എന്നാലും നമ്മളെ കൊണ്ട് പോകാൻ പറ്റുന്ന 1-2 സ്ഥലങ്ങളിലും കൂടെയൊക്കെ പോകാനുണ്ട് കേട്ടോ. അവിടെയും കൂടെ പോയിട്ട് വേണം നമുക്ക് ബഹ്റൈനിലെ യാത്രയൊക്കെ അങ്ങ് അവസാനിപ്പിക്കാനായിട്ട്. ആദ്യമായിട്ടൊരു പ്രവാസിയാകുന്നത് ഈ ബഹ്റൈനിലേക്ക് വന്നിട്ടാണ്. ഏകദേശം 34ാമത്തെ വയസ്സിലാണ് ഞാൻ പ്രവാസിയായിട്ട് ഇങ്ങോട്ട് കയറി വന്നത്. എൻ്റെ കൂട്ടുകാരും മറ്റൊക്കെ പഠിത്തം കഴിഞ്ഞപ്പോഴേ തന്നെ പ്രവാസിയെങ്കിലും ഞാൻ കുറേ നാളും കൂടെ നാട്ടിലൊക്കെ നിന്ന് നാട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിച്ച് ജീവിച്ചിട്ടേക്ക് അങ്ങോട്ട് കയറി പോകുന്നത്. അങ്ങനെ പ്രവാസിയായിട്ട് പുതിയൊരു പ്രവാസത്തിലേക്ക് ഞാൻ ഇനി ഒന്ന് കാലെടുത്ത് വയ്ക്കാൻ പോകണം. അങ്ങനെ ഒരു 10 മിനിറ്റ് നേരെ നടന്ന് നമ്മളത് മനാമ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാവും. ഇതാണ് ബഹ്റൈനിലെ തന്നെ ഏറ്റവും മെയിനായിട്ടുള്ള ബസ് സ്റ്റേഷൻ. നമുക്ക് എന്തായാലും റിഫയിലേക്ക് പോകട്ടോ. ഈ കാണുന്ന 18-ാം നമ്പർ ബസ്സിലേക്ക് കയറി നമുക്ക് നേരെ റിഫയിലേക്ക് പോകാം. അവിടെയുള്ളൊരു ഷെയ്ഖിൻ്റെ പള്ളിയിൽ നിന്ന് കയറി നിസ്കരിച്ചിട്ട് റിഫ ഒന്ന് ചുറ്റിക്കണ്ടിട്ട് വരാം. റിഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹ്റൈനിലെ അറബികൾ കൂട്ടത്തോടെ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മളെപ്പോലെ എക്സ്പാറ്റുകളായിട്ടുള്ള ആളുകൾ കൂട്ടത്തോടെ താമസിക്കുന്ന സ്ഥലമാണ് ഈ മനാമ. മനാമയുടെ ക്യാപിറ്റലിൽ തന്നെയാണ് ഈ നമ്മൾ എക്സ്പാറ്റുകളൊക്കെ ഉള്ളത്. പക്ഷേ അറബികളൊക്കെ ഈ ക്യാപിറ്റലിൽ നിന്ന് കുറേ ദൂരെ നീങ്ങിയിട്ട് റിഫ പോലത്തെ സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ മോഹൻലാൽ ഒരു സിനിമയിൽ പറഞ്ഞില്ല, നമുക്ക് ചോദിച്ചു പോകുന്ന നമുക്കതുപോലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് പോകട്ടോ. GCCയിലെ എല്ലാ GCCയിലെയും റോഡുകൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കേരളത്തിലെ റോഡുകളിൽ യാത്ര ചെയ്തിട്ട് ഈ GCCയിലെ റോഡിൽ വന്നൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത് വേറിട്ടൊരു അനുഭവം തന്നെയായിരിക്കും. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറോളം സമയം എടുത്തിട്ട് നമ്മൾ ഇസാ ടൗൺ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. റിഫയിലേക്ക് പോകുമ്പോൾ റിഫ എത്തുന്നതിന് മുമ്പായിട്ടുള്ളൊരു ബസ് സ്റ്റേഷനാണത്. വീണ്ടും നമ്മുടെ ബസ് കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുതിച്ച് പോയാലൊന്നും ഇല്ല കേട്ടോ, അത് നമുക്ക് കാണുമ്പോൾ തോന്നണതാണ്. ഏകദേശം ഒരു 35-40 അത് ഈ കൂടുതലൊന്നും സ്പീഡിൽ ഒരു വണ്ടി ഓടിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അർജൻറ്റായിട്ടൊക്കെ എവിടെയെങ്കിലും പോകാനായിട്ട് ബസ്സിൽ കയറി നമുക്ക് ദേഷ്യം വരും ശരിക്കും. പാതി വഴിക്ക് ഞാൻ ഇറങ്ങിയിട്ടാണ്. കാരണം വിചാരിച്ച സ്ഥലത്തേക്ക് എത്തൂല. അങ്ങനെ എത്താനായിട്ട് പോയി കഴിഞ്ഞാൽ ജുമ നിസ്കരിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ നല്ലൊരു പള്ളി കണ്ടപ്പോൾ നിർത്തി. ഇതല്ലാട്ടോ പള്ളി, ഇത് എൻമാ മാള്. പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് കണ്ടൊരു മാളാണ്. ഒന്ന് വാഷ്റൂമിലൊക്കെ കയറി ഒന്ന് ഫ്രഷായിട്ട് പള്ളിയിലേക്ക് വന്നിരുത്തി. പള്ളിയിലെ വാഷ്റൂം യൂസ് ചെയ്യുന്നതല്ല, എന്തായാലും മാളിലെ വാഷ്റൂം യൂസ് ചെയ്യുന്നതല്ലേ. അടിപൊളി മാളാണ് കേട്ടോ. ഇവിടെ അറബികളൊക്കെ കൂടുതലായിട്ടും വരുന്നൊരു മാളാണ്. ഇവിടെയൊക്കെ മലയാളീസിനൊക്കെ നമ്മൾ കാണൽ വളരെ അപൂർവമായിരിക്കും. അപ്പോൾ ഒരുപാട് നേരം ഇവിടെ ചുറ്റിക്കറങ്ങണ്ടല്ലേ, നമുക്ക് നേരെ പള്ളിയിലേക്ക് പോകും. നിസ്കാരത്തിനുള്ള സമയമായിട്ടുണ്ട്. നല്ല റെഡ് കാർപ്പറ്റൊക്കെ വിരിച്ച പള്ളിയാണ്, പഴയ പള്ളിയാണ്. ഒരുപാട് അറബികളൊക്കെ വന്നിട്ട് ഈ ഏരിയയൊക്കെ എനിക്ക് തോന്നുന്നു അറബികളൊക്കെ കൂട്ടത്തോടെ താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. സത്യത്തിൽ നമ്മൾ ഈ അറബികളുടെയൊക്കെ കൂടെ നിന്ന് നിസ്കരിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊക്കെ ഭയങ്കര ഒരു സന്തോഷം തോന്നും കേട്ടോ. നമ്മൾ വേറൊരു നാട്ടിൽ വന്നിട്ട് ആ നാട്ടുകാരൊപ്പമൊക്കെ നിന്ന് നിസ്കരിക്കുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഒക്കെ കിട്ടില്ലേ. അതുപോലെ തന്നെ മാത്രമല്ല ഇവർ അടിച്ചു വരുന്ന ഒരു പെർഫ്യൂമില്ലേ, അതിൻ്റെ മണം ഒരു രക്ഷയില്ലാത്ത സ്മെല്ലായിരിക്കും കേട്ടോ. ഇവിടെ നിസ്കാരം കഴിഞ്ഞാൽ ഒരുപാട് നേരമൊന്നും ആരും ഇരിക്കില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ആളുകൾ പോകും. പിന്നെ ഈ ബഹ്റൈനിലെ പള്ളികളിലൊന്നും നിസ്കാര ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയൊന്നും ഉണ്ടാവില്ല. ഓരോരുത്തരും സ്വയം ദുആ ചെയ്തിട്ട് പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. നിസ്കരിക്കാൻ വന്ന ആളുകളൊക്കെ പോയി, ഞാനാണ് ഏറ്റവും അവസാനം ഇറങ്ങുന്നത്. ഇനി പള്ളിയിലെ ജോലിക്കാരും മുക്രിയും മാത്രമേ ഉള്ളൂ ബാക്കിയായിട്ടുള്ളത്. ഇനി നമുക്ക് എന്താ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി എന്തെങ്കിലും കഴിക്കാം. വയറ്റിൽ നിന്ന് നല്ലൊരു വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ടിരിക്കും. ഈ ഏരിയയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നടന്നു പോകുന്ന ആൾക്കാരൊക്കെ വളരെ കുറവായിരിക്കും. കൂടുതലൊക്കെ അറബികളുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ അവരൊക്കെ കൂടുതലും അവരുടെ കാറുകളിലാണ് ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ പോവുക. നമ്മൾ ഈ റോഡിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കൂടെ നടക്കാനൊന്നും ആരും ഉണ്ടാവില്ല. റോഡിലൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുന്ന കാറുകളൊക്കെ കണ്ട് ഈ പോകുന്ന വണ്ടികളൊക്കെ കണ്ട് നമുക്കിങ്ങനെ നടന്ന് പോകാമെന്നേ ഉള്ളൂ കേട്ടോ. ഉച്ച സമയമായതുകൊണ്ടാണോ അതോ വെള്ളിയാഴ്ച ആയതുകൊണ്ടാണെന്ന് അറിയില്ല, കൂടുതൽ കടകളും ഒഴിഞ്ഞെടുക്കുകയാണ്. പിന്നെ ഈ ഫുഡൊക്കെ വിൽക്കുന്ന കടകൾ മാത്രമാണ് ഇന്ന് തുറന്നിട്ടുള്ളൂ. ഈ ഏരിയയിൽ ഒരു ചിക്കിങ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഒരു അറബിക് റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. ചിക്കിങ് എന്ന് പറയുമ്പോൾ നാട്ടിൽ നമുക്ക് ബ്രോസ്റ്റഡിൻ്റെ ഒരു കടയിൽ ഓർമ്മ വരുന്നത്, പക്ഷേ ഇതൊരു മന്തി കാര്യങ്ങളൊക്കെ വിൽക്കുന്ന റെസ്റ്റോറൻ്റ് ആണ്, ഒരു അറബിക് റെസ്റ്റോറൻ്റാണ്. ഭക്ഷണമൊക്കെ കഴിഞ്ഞു. നമുക്കിനി നേരെ സെല്ലാക്കിലേക്ക് വച്ച് പിടിക്കാം. സെല്ലാക്ക് എന്ന് പറഞ്ഞാൽ ബഹ്റൈനിൽ നിന്ന് നമുക്ക് ബസ്സിൽ പോകാവുന്ന ഏറ്റവും ലോങ്ങിലുള്ളൊരു സ്ഥലമുണ്ടോ.
സത്യത്തിൽ അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അധികം ആളുകളൊന്നും ഉണ്ടാവില്ല. ഈ വലിയ വലിയ കമ്പനികൾ, ഈ ഇൻഡസ്ട്രി ഏരിയ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് ഉള്ളത്. സത്യത്തിൽ ആളുകൾ ഈ ഒരു അക്കോമഡേഷൻ അങ്ങനെയൊക്കെ താമസിക്കുന്ന ഒരു ലാസ്റ്റ് ഏരിയയാണ് ഈ സെല്ലാക്ക് എന്ന് പറയുന്നത്. സെല്ലാക്കിൽ എന്താണ് കാണാൻ പോകുന്നതെന്നറിയോ? അവിടെ ബെയ്ത്തൽ അബ്ദുള്ള എന്ന് പറഞ്ഞിട്ടുള്ളൊരു പഴയ ബിൽഡിംഗ് ഉണ്ട്. നമ്മൾ ഈ ഫോട്ടോച്ചിലേ കാണൂലേ, പഴയ ബിൽഡിങ്ങിൽ ഒരു ചിത്രരചനയൊക്കെ നടത്തി ഇട്ടേക്കുന്ന ടൈപ്പ്, അതുപോലത്തെ ഒരു ബിൽഡിങ്. അങ്ങടേക്കുള്ള ബസ് കിട്ടണമെങ്കിൽ നമ്മൾ ഇനി തിരിച്ചെന്ത് ചെയ്യണം? ഇസാ ടൗണിലേക്ക് പോകണം. ഞാൻ വന്നപ്പോൾ ഒരു ഇസാ ടൗൺ ബസ് സ്റ്റേഷൻ്റെ കേസ് പറഞ്ഞില്ലേ, റിഫൊക്കെ മുമ്പുള്ളൊരു ബസ് സ്റ്റോപ്പാണ് അത്. നമ്മളെന്തായാലും ഇനി തിരിച്ചങ്ങോട്ട് തന്നെ പോവാണ്. അങ്ങനെ നമ്മളെ കൊണ്ട് ബസ് പതുക്കെ പതുക്കെ ഇസാ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിങ്ങനെ പതുക്കെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാം അല്ലേ. ആ ടൗൺ എത്താറായി. അപ്പോൾ ബസ്സിലിരുന്നിപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടിട്ട്, ഇവിടെ ചോർ ബസാർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ സെക്കൻഡ്സ് സെയിലിൽ വേണ്ട സാധനങ്ങളൊക്കെ ഈ സെക്കൻഡ് ഹാൻഡ് വിലക്ക് ഡ്രസ്സുകൾ, ചെരുപ്പുകൾ, കാർപ്പറ്റ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അത്. അപ്പോൾ എന്തായാലും ഞാൻ പോകുന്ന വഴിക്കാണ് ഞാനത് ശ്രദ്ധിച്ചത്. അപ്പോൾ അതുകൊണ്ടൊന്ന് ഇറങ്ങിയതാണ്. എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടു നോക്കിയാലോ. ഇസാ ടൗണിലാണ് ഈ സംഭവം ഉള്ളത്. ഇത് നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് നിർത്തി വച്ചിരുന്ന ഒരു പരിപാടിയാണ്. അതപ്പോൾ ഈ അടുത്താണ് ഇവർ പിന്നെയും സ്റ്റാർട്ടാക്കിയേക്കണേ. കൂടുതലും ഇവിടെ കച്ചവടത്തിനിരിക്കുന്നത് ബംഗാളികളാണ്. എന്നാൽ പ്രായമായിട്ടുള്ള അറബികളുണ്ട് കേട്ടോ. ഇവിടെ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ സെക്കൻഡ് സെയിൽ ഈ കച്ചറ സാധനങ്ങളൊക്കെ വിൽക്കത്തില്ല, അതുപോലത്തെ ഒരു സെറ്റപ്പാണ് നമുക്ക് കാണുമ്പോൾ. എന്നാൽ ആ കൂട്ടത്തിൽ നിന്ന് നല്ല സാധനങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. നമ്മൾ ഈ എറണാകുളത്ത് ജെട്ടി മേനൊക്കെ അവിടെയൊക്കെ പോയി സാധനങ്ങൾ വാങ്ങൂലേ, ആ ഒരു സെറ്റപ്പൊന്നും പറയാൻ പറ്റില്ല. സെക്കൻഡ് സാധനങ്ങളാണ് ഈ അറബികളൊക്കെ ഉപയോഗിച്ച് ഒഴിവാക്കി കളയുന്ന സാധനങ്ങളില്ലേ. പക്ഷേ നമ്മളൊരു ക്ഷമയോടെയൊക്കെ നോക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കടയിൽ കിട്ടുന്നതിൻ്റെ ഒരു 10-1 വിലക്ക് നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറയുന്നതിലും നല്ലത് എന്തൊക്കെയില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ വസ്തുക്കളും ഉണ്ട്. ഇവിടെ സെക്കൻഡ് ഹാൻഡ് ഇവിടെ കിട്ടാത്ത ഒരു സംഭവമില്ല. നമ്മളിപ്പോൾ വീട്ടിലേക്ക് ചില ഐറ്റംസ് ചെറിയതായിട്ടൊരു സെക്കൻഡ് സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ചുറ്റുവശത്ത് ഈ ചുറ്റുപ്രദേശത്തുള്ള ആളുകളൊക്കെ നേരെ ഇങ്ങോട്ട് തന്നെ വരുള്ളൂ. സത്യത്തിൽ നമ്മൾ വിചാരിക്കും നമ്മൾ പ്രവാസികളായിട്ടുള്ള ആളുകളാണ് ഇവിടെ സാധനം വാങ്ങാൻ വരുന്നത് കേട്ടോ. അല്ല കേട്ടോ, അറബികൾ വരെ ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങി പോകുന്നുണ്ട്. ചിലപ്പോൾ ചില വസ്തുക്കളുടെയൊക്കെ ഈ സ്പെയർ പാർട്സുകളില്ലേ, അത് കടകളിൽ കിട്ടാത്ത ചില സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഇവിടുന്ന് കിട്ടിക്കളയും നമുക്ക്. നോക്കത്താ ദൂരത്തോളം നീണ്ട് കിടക്കാണ്ട് ഈ ചോർ ബസാർ. ഒരു സ്ട്രീറ്റിൻ്റെ ഇങ്ങേ തല മുതൽ അങ്ങേ തല വരെ നീണ്ട് കിടക്കാണ്. ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ വിൽക്കുന്നുണ്ടെന്ന് ഞാൻ ഒന്ന് ചുറ്റി നടന്ന് കാണിച്ചു തരാം കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂറോളം നടന്നാലാണ് നമുക്ക് ചുറ്റി കാണാൻ പറ്റുള്ളൂ. എന്തായാലും അതൊക്കെ ഞാനൊന്ന് കവർ ചെയ്ത് ഷോർട്ടാക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഈ കിടക്കുന്ന പാക്കിംഗ് ടേപ്പുകളൊക്കെ അല്ലേ, ഇത് കടയിൽ ഒരെണ്ണം വാങ്ങുന്ന സമയത്ത് ഇവിടുന്ന് 5 എണ്ണം വാങ്ങാം. അതുപോലെ തന്നെ കിടക്കുന്ന എക്സ്റ്റൻഷൻ കേബിളുകളൊക്കെ ഇല്ല, സംഭവമൊക്കെ വർക്കിംഗ് ആണ്. അവർ വർക്കൊക്കെ ചെയ്ത് കാണിച്ചു തരും. ആ കാണുന്ന പെർഫ്യൂം ബോട്ടിലുകളൊക്കെ അല്ലേ, അത് ഏതെടുത്താലും 500 ഫിൽസാണ്, അതായത് നാട്ടിലെ 100 രൂപ. പക്ഷെ സംഭവം നല്ല അടിപൊളി സ്മെല്ലൊക്കെ ഉണ്ട്. ഞാൻ 1-2 എണ്ണം ടെസ്റ്റ് ചെയ്ത് നോക്കി. അങ്ങനെ ഒരു സ്ട്രീറ്റിൻ്റെ ഇങ്ങേ തല മുതൽ അങ്ങേ തല വരെ നീണ്ട് നിവർന്ന് കിടക്കുന്ന ചോർ ബസാർ. അങ്ങനെ ചോർ ബസാറിൽ കറങ്ങിയിരുന്നപ്പോഴാണ് ബാങ്ക് വിളിച്ചത്. ഞാൻ പോയി നേരെ പള്ളി കയറി നിസ്കരിച്ച്. ഇവിടുത്തെ പള്ളികളുടെയൊക്കെ അകം എന്ന് പറയുന്നുണ്ടല്ലോ, നല്ലൊരു മനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കായിരിക്കും കേട്ടോ. നല്ല മനോഹരമായ കൺസ്ട്രക്ഷൻ ആയിരിക്കും, അതിലൊരു കോംപ്രമൈസ് ഇല്ല കേട്ടോ അവർക്ക്. ഇതാ കാണുന്നതാണ് സീഫ് മാള്. ബഹ്റൈൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അവർക്ക് ബ്രാഞ്ചുകളൊക്കെ ഉണ്ട്. അതിൻ്റെ പുറകിൽ തന്നെയാണ് നമ്മുടെ ഇസാ ടൗൺ ബസ് സ്റ്റോപ്പ്. ഇവിടുന്ന് മുമ്പ് സെല്ലാക്കിലേക്ക് നേരിട്ട് ബസ് ഉണ്ടായിരുന്നതാണ്. ഇവരിപ്പോൾ കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ആദ്യം നമുക്ക് സെല്ലാക്കിൽ പോകണമെങ്കിൽ നേരെ സൂക്കോക്കിഫി പോകണം. അവിടുന്ന് വേറെ ബസ് കയറിയിട്ട് വേണം നമുക്ക് സെല്ലാക്കിലേക്ക് പോകാനായിട്ട്. ഇവിടുത്തെ പ്രായമായിട്ടുള്ള അറബികളുടെ മെയിൻ വിനോദമാണ് ഇതാ ആ കാണുന്ന കട്ടകളി. നമ്മുടെ നാട്ടിൽ ഈ കാരണവന്മാർ കവലകളിലൊക്കെ കൂടിയിരിക്കില്ലേ,
അതുപോലത്തെ ഒരുപാട് സ്പോട്ടുകളുണ്ട് കേട്ടോ ഈ അറബികൾ, പ്രായമായിട്ടുള്ള അറബികളുടെ മെയിൻ കളി ഇത് തന്നെ. അങ്ങനെ നമുക്ക് സൂക്ക് വാക്കിഫിലേക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ കയറി സൂക്ക് വാക്കിഫി ചെല്ലണം. അവിടെ നിന്നാണ് നമ്മൾ സെല്ലാക്കിലേക്കുള്ള ബസ് കയറുന്നത് കേട്ടോ. അങ്ങനെ ബസ് പതുക്കെ ഇസാ ടൗണിൽ നിന്ന് വിട്ടിട്ടുണ്ട്. നേരെ നമ്മൾ സൂക്ക് വാക്കിഫിലേക്ക്. പോസ്റ്റ് കിട്ടുകയെന്ന് പറഞ്ഞാൽ 6 പോസ്റ്റ് കിട്ടിയൊരു പരിപാടിയായി പോയിട്ടോ. ഏകദേശം 1.5 മണിക്കൂറോളം ഞാനിവിടെ സെല്ലാക്കിലേക്കുള്ള ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നത് ഇവിടെ നമ്മുടെ സൂക്ക് വാക്കിഫിൽ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, സെല്ലാക്ക് എന്നൊക്കെ പറഞ്ഞ ബഹ്റൈൻ്റെ ഒരു ജനവാസ മേഖലയുടെ ഏകദേശം ഒരു എൻഡ് ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്കൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളും വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താ പ്രശ്നം, ബസ്സുകളും വളരെ കുറവായിരിക്കും. സത്യത്തിൽ ഈ നിപ്പ് ഇങ്ങനെ നിന്ന് ക്ഷമ നശിച്ച് തിരിച്ചു പോയാലെന്ന് പറയാൻ ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ വിൻ്റർ സീസണാണ്. ഏകദേശം ഒരു 5 മണിയാകുമ്പോഴേക്കും ഇരുട്ടാൻ തുടങ്ങും. ഈ ഇരുട്ടി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. കടകൾ വരെ ലൈറ്റ് ഓണാക്കി തുടങ്ങി. ഒടുക്കം കാത്തു നിന്ന് ബസ് വന്നു. ഇനി നേരെ സെല്ലാക്കിലേക്ക്. ഇവിടുന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂറിൻ്റെ ഓട്ടം ഇനി ഓടാൻ കേട്ടോ. ഇതാണ് എമിറേറ്റ്സ് മാൾ. നമ്മൾ മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ആദായ വിൽപ്പന എന്നൊക്കെ പറഞ്ഞ് വില കുറച്ച് വിൽക്കില്ലേ, അതുപോലെ വിൽക്കുന്ന ഒരു കടയാണ് കേട്ടത്. അങ്ങനെ നമ്മൾ എവിടെ പോകാനാണോ ഇറങ്ങിയത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കാഴ്ച കാണാൻ വന്നാണ്, പക്ഷെ മൊത്തത്തിൽ ഇരുട്ടി തുടങ്ങി. സത്യത്തിൽ ഇരുട്ടിയതുകൊണ്ട് ഇനി വലിയ കാഴ്ചയൊന്നും കാണൽ നടക്കില്ല. സത്യത്തിൽ നമ്മൾ ഇവിടെ എന്ത് കാണാനാണ് വന്നതെന്ന് വെച്ചാൽ കൊച്ചിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ പഴയ കെട്ടിടങ്ങളൊക്കെ ചെറിയ ചെറിയ ചിത്രപ്പണികളും സംഭവങ്ങളൊക്കെ നടത്തിയിട്ട് ഓരോ കലാകാരന്മാർ പെയിന്റിൽ കുറേ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് അങ്ങനത്തെ ഒരു പുരാതന കെട്ടിടങ്ങൾ സംഭവം നമ്മുടെ ഈ അതുപോലത്തെ 1-2 സംഭവങ്ങൾ ഈ സെല്ലാക്ക്. സാധാരണ ബഹ്റൈനിൽ പുരാവസ്തുവായിട്ട് അവർ കണക്കാക്കുന്ന സാധനങ്ങളൊക്കെ നല്ല ക്ലീനായിട്ട് അവർ സൂക്ഷിക്കും, നല്ല സംരക്ഷിച്ചു കൊണ്ടുവരും. പക്ഷേ ഈ പറഞ്ഞ സ്ഥലമൊന്നും അവരങ്ങനെ ഒരു ഹിസ്റ്ററി പ്ലേസ് ആയിട്ട് കണ്ടിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും അവർ അത്ര കണ്ട് സംരക്ഷിച്ചിട്ടില്ല. ആകെ കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു സംഭവമാണത്. സത്യത്തിൽ റോഡിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ പോലും ഇല്ലല്ലോ. പേടിയാവുന്നുണ്ട്. എനിക്കത്ര കണ്ട് പേടിയാവുന്നില്ല. നമുക്കിതൊക്കെ ശീലമാണ്. സത്യത്തിൽ നമ്മളിപ്പോൾ ഈ പോകുന്ന സ്ഥലം അത്ര വലിയ ടൂറിസ്റ്റ് സ്പോട്ടൊന്നും അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഈ സിനിമകളിലൊക്കെ പിള്ളേർ കഞ്ചാവ് അടിക്കാനൊക്കെ ഇരിക്കില്ല, ആ ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുക. അതിൻ്റെ നല്ല കിഡിലൻ ഫോട്ടോസ് നെറ്റിൽ കിട്ടും കേട്ടോ. പക്ഷെ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അവിടെ വരെ പോകണമെന്ന് തോന്നും. പക്ഷെ എന്തായാലും ഇരുട്ടായതുകൊണ്ട് എനിക്കിപ്പോൾ അതൊന്നും കാണിക്കാനും പറ്റില്ല. കാരണം അവിടെ സ്ട്രീറ്റ് ലൈറ്റോ അതിനകത്ത് ലൈറ്റുകളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സത്യത്തിൽ നിങ്ങളിപ്പോൾ നോക്കിയാൽ എൻ്റെ മുഖം പോലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ പോകുന്ന സ്ഥലം കാണുക എന്ന് പറയുന്നത് വളരെ നടക്കാത്ത കാര്യങ്ങളാണ്. ഇവിടെ എന്താണ് ഉള്ളതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ ഉള്ളവരുണ്ടല്ലോ, നേരെ ഗൂഗിളിൽ കയറിയിട്ട് ബെയ്ത്തൽ അബ്ദുള്ള എന്ന് അടിച്ചു കൊടുത്താൽ മതി. ബെയ്ത്തൽ അബ്ദുള്ള സെല്ലാക്ക് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. നല്ല നല്ല കൃത്യമായിട്ടുള്ള ഫോട്ടോസും നല്ല മനോഹരമായിട്ടുള്ള ഫോട്ടോസൊക്കെ ഗൂഗിളിൽ കിടപ്പുണ്ട്. അവിടെ ഇത്ര കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നല്ല ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണമെങ്കിൽ അവിടെ പോയി നിന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഫോട്ടോസ് കിട്ടും. എന്തായാലും ഈ സ്ഥലം എൻ്റെ ചാനലിൽ കൂടെ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം സത്യത്തിൽ എനിക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ടുള്ള ഇതിൻ്റെ നല്ല നല്ല കുറച്ച് ഫോട്ടോസ് ഞാൻ ഇവിടെ കാണിക്കാം. നെറ്റിൽ ഇതിൻ്റെ ഒരുപാട് ഫോട്ടോസും സംഭവങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. എന്തായാലും പോകുന്നവർ നെറ്റിലൊന്ന് കയറി ചെക്ക് ചെയ്ത് സംഭവങ്ങളൊക്കെ കണ്ടിട്ട് പോയാൽ മതി. അങ്ങോട്ട് ഇപ്പോൾ തന്നെ വരുന്ന സമയത്ത് ഒരുപാട് മണിക്കൂറുകളോളം നമുക്ക് പല പല ബസ് സ്റ്റോപ്പുകളിലോട്ട് പോവുകയും ചെയ്തു. എനിവേ ഇന്നിനി നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ്. എന്തൊക്കെയാലും സമയം ഒരുപാട് വൈകിട്ടില്ലെങ്കിലും നല്ലപോലെ ഇരുട്ടി. ഈ വിൻ്റർ സീസൺ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, നേരത്തെ ഇരുട്ടും അതുപോലെ തന്നെ നേരം വെളുക്കാനായിട്ട് വൈകുകയും ചെയ്യും. ഒരു 6 മണി സമയത്തൊക്കെ ഏകദേശം ഇരുട്ടൊക്കെ തന്നെയായിരിക്കും. വെളുപ്പിന് 6 മണി സമയത്തൊക്കെ. വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോഴേക്കും ഇരുട്ടാവുകയും ചെയ്യും. അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല, വീണ്ടും കാണാം. ബൈ, സീ യു. സൈനിങ് ഓഫ്, അജ്മൽ സ്റ്റോറി.